ഓം നമോ ഭഗവതേ വാസുദേവായ എന്നത് ഹൈന്ദവധർമ്മത്തിലെ ഏറ്റവും പവിത്രവും ഫലദായകവുമായ മഹാമന്ത്രങ്ങളിൽ ഒന്നാണ്. ദ്വാദശാക്ഷരി മന്ത്രം, 12 അക്ഷരങ്ങളുള്ള മന്ത്രം എന്നാണ് ഇതറിയപ്പെടുന്നത്. ഈ മന്ത്രത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ താഴെ നൽകുന്നു. 1. മന്ത്രത്തിന്റെ ഉത്ഭവം. ശ്രീമദ് ഭാഗവതത്തിലാണ് ഈ മന്ത്രത്തിന്റെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ വ്യക്തമാക്കുന്നത്. ഭക്തനായ ധ്രുവന് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താനായി നാരദമഹർഷി ഉപദേശിച്ചുകൊടുത്ത മന്ത്രമാണിത്. കഠിനമായ തപസ്സിലൂടെ ഈ മന്ത്രം ജപിച്ച് ധ്രുവൻ മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിക്കുകയും പരമപദം പ്രാപിക്കുകയും ചെയ്തു. അതിനാൽ ഇതിനെ മുക്തിമന്ത്രം എന്നും വിളിക്കുന്നു. 2. അർത്ഥം. ഈ മന്ത്രം ഭഗവാൻ മഹാവിഷ്ണുവിനോടുള്ള പൂർണ്ണമായ ശരണാഗതിയെ സൂചിപ്പിക്കുന്നു. ഓം പരബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന പ്രണവമന്ത്രം. നമോ വിനീതമായ നമസ്കാരം അല്ലെങ്കിൽ സമർപ്പണം. ഭഗവതേ ഐശ്വര്യം, വീര്യം, യശസ്സ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം എന്നീ 6 ഗുണങ്ങളുള്ളവൻ ഭഗവാൻ. വാസുദേവായ വസുദേവരുടെ പുത്രനായവൻ അല്ലെങ്കിൽ എല്ലാവരിലും വസിക്കുന്നവൻ പരമാത്മാവ്. ചുരുക്കത്തിൽ എല്ലാവരിലും കുടികൊള്ളുന്നവനും സർവശക്തനുമായ ഭഗവാൻ വാസുദേവനു മുൻപിൽ ഞാനിതാ നമസ്കരിക്കുന്നു. 3. മന്ത്രത്തിന്റെ ശക്തിയും പ്രാധാന്യവും. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഗുണങ്ങൾ നിരവധിയാണ്. പാപമോചനം. അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ തെറ്റുകളിൽ നിന്ന് മോചനം ലഭിക്കുന്നു. മാനസിക സമാധാനം. മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഈ മന്ത്രം സഹായിക്കുന്നു. മോക്ഷപ്രാപ്തി. ജനനമരണചക്രങ്ങളിൽ നിന്ന് മുക്തി നേടി ഭഗവത് പാദങ്ങളിൽ ലയിക്കാൻ ഇത് സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നെഗറ്റീവ് ഊർജ്ജം അകറ്റുന്നു. വീടിനുള്ളിലും മനസ്സിലും പോസിറ്റീവായ ഊർജ്ജം നിറയ്ക്കാൻ ഈ മന്ത്രധ്വനിക്ക് സാധിക്കും. 4. ജപിക്കേണ്ട രീതി. മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ വിശ്വാസത്തോടൊപ്പം കൃത്യമായ രീതിയും പാലിക്കുന്നത് ഉചിതമാണ്. സമയം. ബ്രാഹ്മമുഹൂർത്തത്തിൽ പുലർച്ചെ 4 മുതൽ 6 വരെ ജപിക്കുന്നത് ഏറ്റവും ഉത്തമം. വൈകുന്നേരം സന്ധ്യാസമയത്തും ജപിക്കാം. ശുദ്ധി. കുളിച്ച് ശരീരശുദ്ധി വരുത്തി ശുദ്ധമായ വസ്ത്രം ധരിച്ച് കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായി ഇരുന്ന് ജപിക്കുക. എണ്ണം. സാധാരണയായി 108 തവണ ജപിക്കുന്നതാണ് രീതി. തുളസിമാല ഉപയോഗിച്ച് ജപിക്കുന്നത് ഇരട്ടി ഫലം നൽകും. മനോഭാവം. പൂർണ്ണമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ച് വേണം ജപിക്കാൻ. ശ്രദ്ധിക്കുക, മന്ത്രജപം എന്നത് കേവലം ശബ്ദമുണ്ടാക്കലല്ല, മറിച്ച് ഈശ്വരനുമായുള്ള ഒരു ആത്മീയ ബന്ധമാണ്. ഭക്തിയോടെയുള്ള ഒരു തവണത്തെ ജപം പോലും വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുമല്ലോ.